കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. നല്ല തിരക്കാണ്. ദീപാവലിയുടെ തിരക്കും കൂടി ആയപ്പോൾ നല്ല തിരക്ക് തന്നെയാണ്. 2-3 ദിവസമൊക്കെ അവധി എല്ലാവർക്കും കിട്ടിയപ്പോഴേ എല്ലാവരും ദർശനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം കൂട്ടിയ കാരണം കുറച്ച് സമാധാനമാണ്. ഭക്തർക്കൊക്കെ ഒരുവിധം ദർശനം കിട്ടും. അപ്പോൾ നമുക്കും തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിക്കുക. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അത്തിമര ഗണപതിയെ തൊഴാനായിട്ട് പോവാം. അത്തിമര ഗണപതിയെ തൊഴുത് നമ്മളവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ല് കാണാം. അതൊക്കെ കണ്ട് മുകളിലേക്ക് നോക്കിയാൽ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും കാണാം. അങ്ങനെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ടും ഒന്ന് തൊഴുത് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോഴേ മനോഹരമായ കാഴ്ച. ഇന്ന് ചെറിയൊരു ഉണ്ണിയാട്ടോ. കാൽപാദങ്ങൾ കാണാണ്ട് അങ്ങനെ കാല് ചെറുതായിട്ട് ഇങ്ങനെ പിണച്ച് വെച്ചു എന്ന് പറയാൻ തക്ക വണ്ണം അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്നും ഇങ്ങനെ വെച്ചു. ചെറിയ ഉണ്ണിയാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പട്ടുകോണം കൊടുത്തിട്ടുണ്ട്. അരമണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണിയൊക്കെ. ചെറിയ ഉണ്ണിയാന്ന് പറഞ്ഞാൽ ആ ഒരു വിഗ്രഹത്തിൻ്റെ പകുതി പോലും ഇല്ലാത്ത പോലെയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ, ചെറിയ ഉണ്ണിയാണ്. അങ്ങനെ നോക്കുമ്പോൾ കഴുത്തിലൊരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു കാശുമാല, അങ്ങനെ 2-3 മാലകളുണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കയ്യെ 2 പൊന്നോടക്കുഴൽ 2 കൈ കൊണ്ടും കൂടി പിടിച്ചിങ്ങനെ വായിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വായിക്കാൻ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന മുരളീധരനായിട്ടാണ്. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തിരുമുടിമാല, അങ്ങനെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ തിരുമുടിമാല 2 ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും. പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഉണ്ടമാലകൾ 2, അതും തെച്ചി തുളസി വെളുത്ത പൂവ് ഒരേപോലെ തന്നെ നല്ല വലിപ്പമുള്ള കട്ടിയുള്ള ഉണ്ടമാല. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ച. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ആ ഭഗവാൻ ദർശനം നമുക്ക് പ്രാപ്യമാവും. അതുപോലെ തന്നെ അനുഗ്രഹവും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ആ മുരളീധര സ്വരൂപത്തിനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നിത്യവും ഓരോരോ കാഴ്ചകളായിട്ടാണ് ആ കളഭാലങ്കാരത്തിലൂടെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്കിന്നും കാണാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം, തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കാട്ടോ. അങ്ങനെ അവിടെ ആ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറി വന്നാൽ ഗണേശൻ ഇങ്ങനെ അലങ്കാരമായി വരുന്നു. മുഖമൊക്കെ ചാർത്തിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല മാലകൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ മാലകളുണ്ട്, ധാരാളം പൂക്കളുണ്ട്. വളരെ സുന്ദരമായിട്ട് തന്നെയാണ് ഗണപതി കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാൻ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ നോക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ അങ്ങനെ തിരിഞ്ഞ് ചെറിയ ആ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിന് അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപം കാണാം, ഗജേന്ദ്രമോക്ഷം കാണാം, ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാനായിട്ട് വരാം. അങ്ങനെ അവിടെ വന്നിട്ട് നോക്കുമ്പോൾ നിറയെ പൂക്കളുണ്ട് അവിടെ. ചെണ്ടുമല്ലിമാല, താമരമാല, മുല്ലമുട്ടുമാല ഒക്കെയാണ് ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തൊഴാം. അതിനുശേഷം നമ്മൾ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ
ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് ഇങ്ങനെ വരാം, മുരുകനെയൊക്കെ കണ്ടു വരാം. അങ്ങനെ ഹനുമാൻ സ്വാമി എടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ. കുങ്കുമമില്ല, ആ മാല മാത്രം ഒരെണ്ണം ഉണ്ട്, ഇത്രയേ ഉള്ളൂ, ചെറിയൊരു മാല, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാദ് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മളവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വന്ന് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ കിഴക്കോട്ട് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ ആ മണിക്കിണറും ആ നൃത്താറയൊക്കെ കണ്ട് ഇങ്ങനെ നൃത്താറയിൽ നോക്കിയാൽ ആ കിടാവിളക്കിരുന്ന് ഇങ്ങനെ കത്തുന്ന കാണാം. അപ്പോൾ അവിടെയൊക്കെ നോക്കി തൊഴുത് പിന്നെ കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ പോരാം. അടയ്ക്ക നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ വന്ന് പിന്നെ നമ്മൾ കാണുന്നത് ഭഗവതിയുടെ അവിടേക്ക് വരികയാണ്. എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അവിടെയും നല്ല തിരക്കാണ്, എന്നാലും അതിലൂടെ എങ്ങനെ പോരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണുന്നത് മുഖത്ത് ആ ഗോളകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നല്ലൊരു പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചുവന്ന പട്ടുണ്ട്, കസവിൻ്റെ പട്ടുണ്ട്, പിന്നെ കിരീടമൊക്കെ പാടുള്ള വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ മാലകളുണ്ട്, പാലക്ക മാലകളുണ്ട്, പച്ചക്കല്ല് വെച്ച പാലക്കുണ്ട്, ചുവന്ന കല്ല് വെച്ച പാലക്കുണ്ട്. അങ്ങനെ അതീവ സുന്ദരിയായിട്ടാണ് ഭഗവതി കാത്തിരിക്കുന്നത്. അപ്പോൾ ഭഗവതിയെ കാണാനായിട്ട് പോവാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ തിരിഞ്ഞിട്ട് നിന്ന മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക, നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യാം. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ അമ്പലത്തിൽ പോയി മമ്മിയൂരപ്പനെ ദർശിച്ച പോലെയാവും. വീണ്ടും നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ മുരളീധര സ്വരൂപത്തെ കാണും, കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. വലിയ വിളക്ക് കാണാം, അങ്ങനെ കത്തുന്ന കാണാം, കിടാവിളക്കാണ്. പിന്നെ നമ്മൾ കാണുന്നത് അയ്യപ്പസ്വാമിയുടെ അവിടെ അങ്ങനെ കിരീടമൊക്കെ വെച്ചിട്ടുള്ള അയ്യപ്പസ്വാമീനെ കാണുന്നത്. അവിടെ നിന്ന് എന്താ വെച്ചാൽ കറുത്ത വസ്ത്രം പാവുണ്ട് ഉടുപ്പിച്ച് അതിൻ്റെ മുകളിൽ കറുത്ത വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട്. വലിയ സ്വർണത്തിൻ്റെ മാലകളുണ്ട്, അതേപോലെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ, പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാൻ നോക്കുമ്പോൾ കുളത്തിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നീട് നമ്മളിങ്ങനെ പതുക്കെ നടന്ന് നാരായണാലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കാണാം. അത് കണ്ട് അവിടെയും തൊഴുത് പിന്നെ ഭഗവതിയുടെ അവിടെ വന്ന് വീണ്ടും തൊഴുത് പിന്നെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് തൊഴുക. അപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല രസമായിട്ട് ആ വെളിച്ചം ഇങ്ങനെ കാണാം. എന്നിട്ട് നമ്മൾ തെക്കേ നടയിലേക്ക് പോയിരുന്നു. തെക്കേ നടയിൽ വന്ന കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ സന്ധ്യമോളുടെയും കൊച്ചുമകൻ സാരംഗ് സുബ്രഹ്മണ്യൻ്റെയും അസുഖം മാറാൻ വേണ്ടിയിട്ട് രോഗശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ ശാരദ TP കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ കൊച്ചുമകൻ അദ്വൈതിന് പനി വന്ന് കയ്യിനൊക്കെ സ്വാധീനമില്ല, അതൊന്ന് സുഖപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദർശ് ഉത്രാടത്തിന് കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ധന്യ ഉത്രം അവരുടെ കരുവാറ്റയിലെ വസ്തു ഹൈവേക്ക് എടുത്തതിൻ്റെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ആതിര നീഴം വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ട്, പിന്നെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നയനയുടെ ജോലി സ്ഥിരപ്പെടുത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സുധീർ തൃക്കേട്ട ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ സന്ധ്യയുടെയും സാരംഗ് സുബ്രഹ്മണ്യൻ്റെയും അവരുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. ആദർശ് ഉത്രാട നക്ഷത്രം കല്യാണം ശരിയാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ കനിയട്ടെ. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.